2023 നവംബർ 18 ഇന്ത്യ ഓസ്ട്രേലിയ ടീമുകൾ ഏറ്റുമുട്ടുന്ന ഫൈനലിലെ തൊട്ട് തലേ ദിവസം ഓസ്ട്രേലിയൻ നായകൻ പാറ്റ് കമിൻസ് വാർത്താ സമ്മേളനത്തിൽ ഇങ്ങനെ പറഞ്ഞു. നാളെ തിങ്ങി നിറഞ്ഞ് അഹമ്മദാബാദിൽ ഇന്ത്യക്കായി ജയ് വിളിക്കുന്ന ലക്ഷക്കണക്കിന് ആരാധകരെ ഒന്ന് സൈലന്റ് ആയിരിക്കുക, ഒന്ന് നിശബ്ദനായി നിർത്തുക. ഇതാണ് നാളെ ഞങ്ങളുടെ ജോലി, അത് ഞങ്ങൾ ചെയ്യും. സാം കരൺ പറഞ്ഞ ഈ സൈലന്റ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്നും അതിൻ്റെ ആഴം എന്താണെന്നും പിറ്റേ ദിവസം ഇന്ത്യ ശരിക്കും മനസ്സിലായി. നവംബർ 19 അഹമ്മദാബാദിലെ സ്റ്റേഡിയം മാത്രമായിരുന്നില്ല. ഇന്ത്യയുടെ മത്സരം കണ്ട ഇന്ത്യ സ്നേഹിക്കുന്ന ആരാധകരെല്ലാം ഒരുപോലെ നിശബ്ദരായി. കുറച്ച് ദിവസത്തേക്ക് അവർക്കൊന്നും സംസാരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു. അവരുടെ എല്ലാവരുടെയും കണ്ണുകൾ അറിയാതെ ഒന്ന് നിറഞ്ഞുപോയി. ഓസ്ട്രേലിയ ശരിക്കും ഇന്ത്യയെ എക്സ്പോസ് ചെയ്ത, ഇന്ത്യയെ തകർത്തെറിയുന്ന രീതിയിലുള്ള മനോഹരമായ കളിയാണ് അന്നത്തെ ഫൈനലിൽ പുറത്തെടുത്തത്. എന്തായാലും അതിനുശേഷം ഈ സൈലൻ്റ് എന്ന വാക്ക് കേൾക്കുമ്പോൾ ഇന്ത്യൻ ആരാധകരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ പേടിയുണ്ട്. അവർ അറിയാതെ അന്നത്തെ പാറ്റ് കമിൻസിൻ്റെ വാക്കുകൾ ഓർക്കും. ഏതാണ്ട് അതിനെ ഓർമ്മിപ്പിക്കുന്ന വിധമായിരുന്നു സാം കരൺ 2026 T20 ലോകകപ്പ് സെമിഫൈനലിന് തൊട്ട് മുമ്പ് പറഞ്ഞ വാക്കുകൾ. ഞങ്ങൾ ശ്രീലങ്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് പറഞ്ഞിരിക്കുകയാണ്. മുംബൈയിൽ തിങ്ങി നിറഞ്ഞ ആളുകൾക്ക് മുമ്പിൽ ഈ മത്സരം കളിക്കാൻ ഇറങ്ങുമ്പോൾ അവരെ നിശബ്ദരായി നിർത്തുക, അതാണ് ഞങ്ങളുടെ ജോലി. കാരണം അവരെല്ലാം ഇന്ത്യക്കായി ജയ് വിളിക്കും. ഇതായിരുന്നു സാം കരൺ പറഞ്ഞ വാക്കുകൾ. ഒരിക്കലും നമുക്ക് ഇംഗ്ലണ്ട് എന്ന ടീമിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ സാധിക്കുകയില്ലല്ലോ. കാരണം ഈ ലോകകപ്പിൽ ഒരേ ഒരു മത്സരം മാത്രമാണ് അവർ പരാജയപ്പെട്ടത്, അതും വെസ്റ്റ് ഇൻഡീസിനോട്. അങ്ങനെയുള്ള ടീം സെമിഫൈനൽ വരെ കുതിച്ചെത്തുമ്പോൾ നല്ലൊരു മത്സരം പ്രതീക്ഷിക്കുന്ന ഇന്ത്യൻ ആരാധകർ സാം കരണിൻ്റെ വാക്കുകളിൽ ചെറുതായി ഒന്ന് അസ്വസ്ഥരായി. മുംബൈയിൽ തിങ്ങി നിറഞ്ഞ ആളുകളെ സാക്ഷിയാക്കി ടോസ് വീഴുന്നു. വിചാരിച്ചതുപോലെ തന്നെ ഇംഗ്ലണ്ട് നായകൻ ഫീൽഡിംഗ് തിരഞ്ഞെടുക്കുന്നു. സൂര്യകുമാർ യാദവ് എന്നത്തെയും പോലെ ടോസിൽ പതിവ് ചിരിയുമായാണ് നിന്നത്. ഞങ്ങളുടെ ടീമിന് ബാറ്റിംഗ് ആയിരുന്നു ആവശ്യം. ഇതായിരുന്നു സൂര്യകുമാർ യാദവ് പറഞ്ഞ വാക്കുകൾ. എന്തായാലും സൂര്യകുമാർ യാദവിൻ്റെ പറച്ചിലുകൾക്ക് ശേഷം മത്സരം ആരംഭിക്കുന്നു. ഇന്ത്യക്കായി സഞ്ജു സാംസണും അഭിഷേക് ശർമ്മയും ക്രീസിലേക്ക് എത്തുന്നു. സഞ്ജു സാംസൺ എന്ന താരം ഈ മത്സരത്തിന് തൊട്ട് മുമ്പ് അദ്ദേഹത്തിൻ്റെ പേരോളം വാർത്താമാധ്യമങ്ങൾ ചർച്ച ചെയ്ത മറ്റൊരു താരമില്ല. എങ്ങനെയാണ് സഞ്ജു സാംസൺ ജോഫർ ആർച്ചർക്കെതിരെ കളിക്കുക? കഴിഞ്ഞ മത്സരത്തിൽ സഞ്ജു സാംസൺ കാണിച്ച ഫോം അദ്ദേഹം ഇന്ന് തുടരുമോ? ആദ്യ ഓവറിൽ സഞ്ജു തന്നെയാണോ ബാറ്റിങ്ങിന്? ആദ്യ ഓവറിൽ സഞ്ജു ആണോ ജോഫ്ര ആർച്ചറെ നേരിടുക, അതോ അഭിഷേക് ശർമ്മയാണോ? ഇങ്ങനെ ഒരുപാട് ചർച്ചകളിൽ നമ്മുടെ പാവം മലയാളി താരം നിന്നുപോയി. കാരണം കഴിഞ്ഞ മത്സരത്തിൽ കാണിച്ച ആ ഫോം ഉണ്ടല്ലോ, അത് വെറും ഒരു ഭാഗ്യം കൊണ്ടല്ല, തനിക്ക് മികച്ച ട്രാക്കിലാണ് കളിക്കുന്നതെന്നും താൻ ഈ ഫോം തുടർന്ന് ഇന്ത്യയെ ജയിപ്പിക്കുമെന്നും സഞ്ജുവിന് തെളിയിക്കേണ്ടതായി ഉണ്ടായിരുന്നു. എന്തായാലും ക്രിക്കറ്റ് വിദഗ്ധർ പറഞ്ഞതുപോലെ ഒന്നും ഉണ്ടായില്ല. സഞ്ജു സാംസൺ തന്നെ ജോഫ്ര ആർച്ചർക്കെതിരെ ആദ്യ ഓവർ നേരിടാനെത്തി. പതിപോലെ ജോഫ്ര ആർച്ചർ വിചാരിച്ചത് സഞ്ജു സാംസനെ പ്രഷറിൽ കൊടുക്കാമെന്നും അതുവഴി ഇന്ത്യയെ മത്സരത്തിൽ നിന്ന് ഔട്ടാക്കാമെന്നുമാണ്. എന്തായാലും ജോഫ്ര ആർച്ചർക്ക് ഇന്ന് തെറ്റിപ്പോയി. സഞ്ജു സാംസണെ അല്ല അദ്ദേഹം ശരിക്കും അവിടെ കണ്ടത്. 2023 ഏകദിന ലോകകപ്പിൽ ഫൈനൽ വരെയുള്ള ഇന്ത്യയുടെ യാത്രയിൽ നിർണായക പങ്ക് വഹിച്ച, ഇന്ത്യക്ക് മികച്ച തുടക്കം നൽകിയ രോഹിത് ശർമ്മ എന്ന മഹാനായ താരത്തിൻ്റെ മുഖംമൂടി അണിഞ്ഞ സഞ്ജുവിനെയായിരുന്നു. ഏകദേശം അതേ വൈബിൽ, ഏകദേശം അതേ സ്റ്റാൻസ് രീതിയിൽ കളിക്കുന്ന സഞ്ജു സാംസണെയാണ് ഇന്ന് ആരാധകർ കണ്ടത്. എന്തായാലും ആ വിചാരിച്ചതുപോലെ തന്നെ ജോഫ്ര ആർച്ചർക്കെതിരെ സഞ്ജു 14 പന്തിൽ 38 റൺസാണ് നേടിയത്. ഇതിനു മുമ്പ് നടന്ന ഇംഗ്ലണ്ട് പരമ്പരയിൽ തുടർച്ചയായി 3 മത്സരങ്ങളിൽ സഞ്ജു സാംസനെ പുറത്താക്കിയ താരമാണ് ജോഫ്ര ആർച്ചർ. ആ ജോഫ്ര ആർച്ചർക്കെതിരെ യാതൊരു സമ്മർദ്ദവും കൂടാതെ സമ്മർദ്ദമൊക്കെ നിനക്കാണ് ജോഫ്ര എന്ന രീതിയിൽ സഞ്ജു കളിച്ചപ്പോൾ ഇന്ത്യൻ സ്കോർ ബോർഡ് ഉയരാൻ തുടങ്ങി. ആദ്യം അഭിഷേക് ശർമ്മയുടെ വിക്കറ്റ് വീണിട്ടും സഞ്ജു സാംസൺ സ്റ്റോപ്പ് ചെയ്തില്ല. ഇഷാൻ കിഷനിൽ അദ്ദേഹം നല്ലൊരു പങ്കാളിയെ കണ്ടെത്തി. അതോടെ ഇന്ത്യൻ സ്കോർ ബോർഡ് വിചാരിച്ചതിലും വളരെ വേഗത്തിൽ കുതിക്കാൻ തുടങ്ങി. സഞ്ജു 89 റൺസിൽ നിൽക്കുന്ന സമയമാണ്, അതും വെറും 41 പന്തിൽ. അങ്ങനെ നിൽക്കുന്ന ഒരു താരത്തിന് 5-6 പന്തെടുത്താലും അദ്ദേഹം ഒരു സെഞ്ചുറിയിലേക്ക് നീങ്ങിയാൽ ആരും അദ്ദേഹത്തെ കുറ്റം പറയില്ല, നീ സ്ലോ ആയി കളിച്ചല്ലോ എന്ന്. എന്നാൽ സഞ്ജുവിലെ ടീമാന് നമ്മൾ അവിടെയാണ് കയ്യടി കൊടുക്കേണ്ടത്. നേരത്തെ രോഹിത്തിനെ കൊടുത്തതുപോലെ സഞ്ജു അവിടെയും നിന്നില്ല. അദ്ദേഹം വളരെ മികച്ച രീതിയിൽ ഒരു വലിയ ഷോട്ടിന് തന്നെയാണ് ശ്രമിച്ചത്. കാരണം ടീമിന് ആവശ്യം ഈ സമയത്ത് എൻ്റെ ബിഗ് ഹിറ്റിംഗ് ആണ് എന്നുള്ള രീതിയിൽ അങ്ങനെയുള്ള ഷോട്ട് കളിക്കാൻ ശ്രമിച്ചപ്പോഴാണ് സഞ്ജുവിൻ്റെ വിക്കറ്റ് വീഴുന്നത്. സഞ്ജുവിൻ്റെ വിക്കറ്റ് വീഴുന്നതിന് പിന്നാലെ സൂര്യകുമാർ യാദവ് ക്രീസിലേക്ക് വരുന്നു. അതോടെ ഇന്ത്യയുടെ സ്കോറിംഗ് നിരക്ക് ചെറുതായി ഒന്ന് കുറഞ്ഞെങ്കിലും ശിവം ദുബൈയും പിന്നീട് ഹാർദിക് പാണ്ഡ്യയും അതുപോലെ തിലക് വർമ്മയും ഒക്കെ ചേർന്നതോടെ ഇന്ത്യ വിചാരിച്ചതുപോലെ തന്നെ 250 മുകളിൽ 253 റൺസ് എന്ന വലിയ സ്കോറിലേക്ക് കാര്യങ്ങളെ എത്തിച്ചു. അവിടം കൊണ്ടും നിന്നില്ല. അപ്പോൾ തന്നെ ക്രിക്കറ്റ് വിദഗ്ധരും കമൻറ്റേറ്റർമാരും എല്ലാം ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു. ഈ മത്സരം ഡിസൈഡ് ചെയ്യുന്നത് 2 പേരാണ്. ഒന്ന് ജസ്പ്രീത് ബുംറ, മറ്റൊന്ന് വരുൺ ചക്രവർത്തിയുടെ 4 ഓവർ. എന്തായാലും ക്രിക്കറ്റ് കമൻറ്റേറ്റർമാർക്ക് ചെറുതായി ഒന്ന് തെറ്റി. വരുൺ ചക്രവർത്തിയുടെ കാര്യത്തിലാണ് കേട്ടോ. ജസ്പ്രീത് ബുംറ എന്ന ഗോട്ടിനെ കുറിച്ച് നമുക്ക് കുറച്ച് നേരം ഇവിടെ കഴിഞ്ഞിട്ട് സംസാരിക്കാം. ഇന്ത്യ എങ്ങനെയാണോ തുടങ്ങിയത് അതേ നാണയത്തിൽ തന്നെ ഇംഗ്ലണ്ടും തിരിച്ചടി തുടങ്ങി. ഫിൽ സോൾട്ടിൻ്റെയും അതുപോലെ തന്നെ ഹാരി ബ്രോക്കിൻ്റെയും ജോസ് ബട്ട്ലറുടെയും ഒക്കെ വിക്കറ്റ് ഒരറ്റത്ത് വീഴ്ത്തി ഇന്ത്യ മത്സരത്തിൻ്റെ കൺട്രോൾ ഏറ്റെടുത്തു എന്ന് തോന്നിച്ച സമയത്തായിരുന്നു ജേക്കബ് ബത്തൽ എന്ന താരത്തിൻ്റെ എൻട്രി. പിന്നീട് എന്താണ് വാങ്കഡെ സാക്ഷ്യം വഹിച്ചത്? സാം കരൺ പറഞ്ഞ ആ സൈലൻ്റ് എന്ന വാക്ക് പിന്നീടാണ് ഇന്ത്യൻ ആരാധകർ ഒന്ന് ഓർക്കാൻ തുടങ്ങിയത്.
ഈ ചെറുക്കൻ ഇങ്ങനൊരു അടി അടിച്ചാൽ ചിലപ്പോൾ നമ്മൾ സൈലൻ്റായി ഇരിക്കേണ്ടി വരും എന്ന് ക്രൗഡ് പോലും അറിയാതെ ഒന്ന് ചിന്തിച്ച് കാണും. അമ്മാതിരി അടിയായിരുന്നു ഇന്ന് ജേക്കബ് ബദലിൻ്റെ ഭാഗത്ത് നിന്ന് ഇന്ത്യൻ ബോളർമാർക്ക് കിട്ടിയത്. ഒരു ബോളറെന്നില്ല, എല്ലാവരെയും ജേക്കബ് ബദൽ കടന്നാക്രമിച്ചു. അതും വളരെ മികച്ച ശൈലിയിൽ തന്നെ. ഗ്രൗണ്ടഡ് ഷോട്ടുകൾ, മികച്ച സിക്സുകളും എല്ലാമായി ജേക്കബ് ബദലിൻ്റെ ബാറ്റിംഗ് ശരിക്കും ഒരു എതിരാളി ആയിരുന്നെങ്കിൽ പോലും നമുക്കതൊരു വിരുന്ന് തന്നെയായിരുന്നു. ജേക്കബ് ബദൽ ഒരറ്റത്ത് ക്രീസിൽ നിന്നതോടെ കാര്യങ്ങൾ പതുക്കെ കൈവിട്ടു പോയി എന്നുള്ള തോന്നലിലേക്ക് എത്തി. മത്സരം അതിൻ്റെ അവസാന 5 ഓവറിലേക്ക് നീങ്ങുന്നു. ഇംഗ്ലണ്ടിന് ജയിക്കാൻ വേണ്ടത് 69 റൺസ്, അവരുടെ കയ്യിലുള്ളത് 5 വിക്കറ്റ്. നിർണായകമായ 16ാം ഓവർ എറിയാനെത്തുന്നത് ജസ്പ്രീത് ബൂമറ എന്ന മാന്ത്രികനാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ മാന്ത്രികൻ അല്ലെങ്കിൽ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് വിളിക്കുന്നത്? അത് തെളിയിക്കുന്ന രീതിയിലുള്ള ബോളിംഗ് ആയിരുന്നു ജസ്പ്രീത് ബൂമറയുടെ 16ാം ഓവർ. ഇംഗ്ലണ്ടിന് വളരെ നിർണായകമായ ഒരുപാട് റൺസ് വേണ്ട ആ സമയത്ത് അദ്ദേഹം അവിടെ വഴങ്ങിയത് വെറും 8 റൺസ് മാത്രമാണ്. ഇന്ന് ഇംഗ്ലണ്ടിൻ്റെ പേസ് ബോളർമാരെല്ലാം തല്ലു വാങ്ങിക്കൂട്ടിയ ട്രാക്കിലാണെന്ന് ഓർക്കണം. ഈ 16ാം ഓവറിൽ വെറും 8 റൺസ് മാത്രം അദ്ദേഹം വഴങ്ങിയത്. കാര്യം അവിടം കൊണ്ട് നിന്നില്ല. ഇന്നിങ്സിൻ്റെ 18ാം ഓവറിൽ തന്നെ വിശ്വസിച്ച് പന്തേൽപ്പിച്ച നായകൻ സൂര്യകുമാർ യാദവിന് നന്ദി പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവിടെ കൊടുത്തത് 6 റൺസ് മാത്രമാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ 16-18 ഓവറിലായി അദ്ദേഹം 12 പന്തിൽ വഴങ്ങിയത് 14 റൺസ്, അതിൽ ഒരു ബൗണ്ടറി മാത്രം. കയ്യടി കൊടുക്കാതെ എങ്ങനെയാണ് നമുക്ക് അദ്ദേഹത്തെ ഓർക്കാൻ പറ്റുക? ആ താരമില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ മത്സരത്തിൻ്റെ ബലം തന്നെ മാറിപ്പോകുമായിരുന്നു. അതുകൂടാതെ നമ്മൾ കയ്യടി കൊടുക്കേണ്ടത് മറ്റൊരു താരത്തിനാണ്. അത് മറ്റാരുമല്ല, അക്സർ പട്ടേൽ. വളരെ നിർണായകമായ ഒരു ക്യാച്ച്, ഒരു വിക്കറ്റ്, അതുപോലെ തന്നെ വളരെ നിർണായകമായ ഇന്നിങ്സ് കളിക്കാൻ സാധ്യതയുള്ള വിൽ ജാക്സിൻ്റെ ക്യാച്ചിൽ സംഭാവന നൽകുക. ഡി പോയിന്റിൽ നിന്ന് അക്സർ കൊടുത്ത ആ ഒരു ക്യാച്ചിങ് എഫേർട്ടാണ് ഒടുവിൽ ശിവം ദുബെ പൂർത്തിയാക്കുന്നത്. അക്സർ പട്ടേൽ കൈയടി അറിയിക്കുന്നു. ഹാർദിക് പാണ്ഡ്യ, അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള കൈയടി നമ്മൾ കൊടുക്കേണ്ടതാണ്. ഇന്നിങ്സിൻ്റെ വളരെ ക്രൂഷ്യലായിട്ടുള്ള 19ാം ഓവറാണ് അദ്ദേഹം എറിയാനെത്തുന്നത്. ആദ്യ പന്തിൽ 6 വഴങ്ങിയിട്ട് പോലും ഹാർദിക് പാണ്ഡ്യ ആ പ്രഷറിലൊന്നും വീണില്ല. ആ ഓവർ മനോഹരമായ രീതിയിൽ അദ്ദേഹം പൂർത്തിയാക്കി. ശേഷം അവസാനത്തെ ഓവർ അക്സർ പട്ടേൽ എറിയുമോ അതോ ശിവം ദുബെ എറിയുമോ എന്നതായിരുന്നു ആകാംക്ഷ. എന്തായാലും ശിവം ദുബെ എറിഞ്ഞ ആ ഓവറിൻ്റെ ആദ്യ പന്തിൽ തന്നെ ജേക്കബ് ബദൽ റണ്ണൗട്ട് ആയതോടെ ഇംഗ്ലണ്ടിൻ്റെ കഥ ഏകദേശം തീർന്നു. എന്നിരുന്നാലും ജോഫ്ര ആർച്ചർ അവസാനം കുറച്ച് 6 ഒക്കെ അടിച്ച് ഇംഗ്ലണ്ടിൻ്റെ തോൽവി ഭാരമൊന്ന് കുറച്ചെങ്കിലും ഇന്ത്യ അർഹിച്ച ജയത്തോടെ തന്നെ ഫൈനലിൽ സ്ഥാനമുറപ്പിച്ചു. ഈ ഫൈനലിൽ സ്ഥാനമുറപ്പിക്കുമ്പോൾ ചില കാര്യങ്ങളൊക്കെ ഇന്ത്യയെ പേടിപ്പിക്കുന്നതും ചില കാര്യങ്ങളൊക്കെ ഇന്ത്യയെ ആശ്വസിപ്പിക്കുന്നതുമാണ്. സഞ്ജു സാംസന്റെ ഫോം, ശിവം ദുബെയുടെ മികച്ച ഫോം, അതുപോലെ തന്നെ ഹാർദിക് പാണ്ഡ്യ, തിലക് വർമ്മ എന്നിവർ നൽകുന്ന സംഭാവനകൾ, ഇതൊക്കെ നമുക്ക് ആശ്വാസത്തിന് വക നൽകുന്നതാണെങ്കിലും ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിൻ്റെ കൺസിസ്റ്റൻസി കുറവ്, അതുപോലെ തന്നെ വരുൺ ചക്രവർത്തി വല്ലാതെ എക്സ്പോസ്ഡ് ആവുന്നത്, ഇതൊക്കെ നമ്മളെ പേടിപ്പിക്കുന്ന ഘടകവുമാണ്. ന്യൂസിലൻഡ് പോലെ കടുത്ത എതിരാളികളാണ് ഫൈനലിൽ നമ്മളെ വെയിറ്റ് ചെയ്ത് ഇരിക്കുന്നത്, അതും അഹമ്മദാബാദിലെ ട്രാക്കിൽ. ആ ട്രാക്കിൽ നമുക്ക് അത്ര നല്ല ഓർമ്മകളല്ലല്ലോ ഉള്ളത്. എന്തായാലും ഇന്ത്യയുടെ ഏറ്റവും മികച്ച പ്രകടനം തന്നെ ഫൈനലിൽ ന്യൂസിലൻഡ് ഇതിനെ കൊടുത്താൽ മാത്രമേ ആ കപ്പ് നമുക്ക് ഇനിയും തൂക്കാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും സഞ്ജുവും ഹാർദിക്കും സൂര്യകുമാർ യാദവുമൊക്കെ ഇവിടം വരെ എത്തി. ഫൈനൽ ജയിച്ച് ആ കിരീടവുമായി മടങ്ങിയാൽ മാത്രമേ ആ യാത്രയ്ക്കൊരു പൂർത്തീകരണം ഉണ്ടാവുകയുള്ളൂ. എന്തായാലും ആ യാത്ര പൂർത്തീകരിക്കാനുള്ള പ്രാർത്ഥനയിലും ആകാംക്ഷയിലുമാണ് നമ്മൾ ആരാധകരെല്ലാം. അത് നടക്കട്ടെ.